ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്, ഇന്ത്യയെ ചിന്തിപ്പിച്ചത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് തീ പകർന്നത് അന്നത്തെ ചെറുപ്പമായിരുന്നു. ചിന്താ ജെറോമിൻ്റെ പ്രസംഗത്തിനിടയിൽ പരാമർശിച്ച ഒരു തൃശ്ശൂരിൻ്റെ ചരിത്രമുണ്ട്. 1929 ഇവിടെ തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ചരിത്ര വിഭാഗം ക്ലാസ് മുറിയിൽ നിന്നും പഠനമുപേക്ഷിച്ചിറങ്ങിപ്പോയ EMSനെ കുറിച്ച് ചരിത്രം നോക്കിയാൽ കാണാനാകും. അന്ന് സഖാവ് EMSൻ്റെ പ്രായം 20 ലാഹോറിലെ സെൻട്രൽ ജയിലിൽ ഇൻകുലാബിൻ്റെ ഇടിമുഴക്കം പകർന്ന് 3 ചെറുപ്പക്കാർ തൂക്കുകയറിലേക്ക് ശിരസു നീട്ടിക്കൊടുക്കുമ്പോൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് പ്രായം 23 22. 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ അപ്പുവും അബൂബക്കറും ചിരുകണ്ഠൻ നായരും 4 ചെറുപ്പക്കാർ കയ്യൂർ സമരത്തിൻ്റെ പോരാളികൾ കൊലക്കയറിൻ്റെ മുമ്പിൽ ശിരസു നീട്ടിക്കൊടുക്കുമ്പോൾ അവരുടെ പ്രായം 4 പേർക്കും 25 താഴെ. സുഭാഷ് ചന്ദ്രബോസാണ് മഹാത്മാഗാന്ധിയെ ദ ഫാദർ ഓഫ് നേഷൻ എന്നാദ്യമായി വിളിക്കുന്നത്. പക്ഷേ ആ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തകൾക്ക് അദ്ദേഹത്തിന് ഊർജം പകരപ്പെട്ടത്, തവർന്നു കിട്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കൻ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കൻ കാലഘട്ടത്തിൻ്റെ ഏജ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. 20 മുതൽ 23 വയസ്സ് മുതൽ ഉള്ള കാലയളവിലാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ചെലവഴിച്ചത്. അവിടെയാണ് അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ വായനയിലൂടെ പുതിയ ചിന്തകൾക്ക് ഗാന്ധിക്ക് തീ പകരപ്പെട്ടത്. ഗാന്ധി അപ്പാർത്തൈഡിനെതിരായ പോരാട്ടം ആരംഭിക്കുന്നത്. അവിടെ നിന്നും 1920കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മടങ്ങി വരുന്നത് നോക്കൂ, യൗവനത്തിൻ്റെ വസന്തകാലത്താണ്. ചന്ദ്രശേഖർ ആസാദ് പ്രായം 22. തീരുന്നില്ല. കൊലക്കയറിൻ്റെ മുമ്പിൽ ശിരസു നീട്ടിക്കൊടുക്കുമ്പോൾ മദ്രാസിലെ സെൻറ് ജോർജ് ഫോർട്ടിൽ വക്കം അബ്ദുൽ ഖാദർ INA ഹീറോ പ്രായം 26. ജീവിതം അവസാനിക്കുന്ന പ്രായമാണ്. പ്രീതിലത വടേദാർ ബ്രിട്ടീഷുകാർ പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കയ്യിൽ കരുതിയിരുന്ന സൈനൈഡ് രുചിച്ച് ആത്മഹൂതി ചെയ്തവൾ രക്തസാക്ഷി. വയസ്സ് 20കളാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലുടനീളം നമുക്ക് തീ പകർന്നതാര്? തീരുന്നില്ല. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം. സ്വതന്ത്ര ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്നര, ഇന്നര എന്നാൽ ഇന്ത്യ, അടിയന്തരാവസ്ഥയുടെ ഭൂതകാലം. ആ അടിയന്തരാവസ്ഥക്കാലത്ത് നിവർന്നു നിൽക്കാൻ ഇന്ത്യക്ക് സ്വപ്നം പകർന്നതാര്? ചെറുപ്പമായിരുന്നു. അവർ മേഘങ്ങളിൽ അഗ്നി കണ്ടു, ജ്വലിക്കുന്ന അണയാത്ത അഗ്നി, അത് പെയ്തിറങ്ങുന്നതും കാത്തവനിരുന്നു. സൈമൺ ബുട്ടോയുടെ അഗ്രഗാമി എന്ന ആദ്യ നോവൽ അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന പ്രമേയ പരിസരം അവസാനിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ്. അവൻ മേഘങ്ങളിൽ അഗ്നി കണ്ടു, ജ്വലിക്കുന്ന അണയാത്ത അഗ്നി, അത് പെയ്തിറങ്ങുന്നതും കാത്ത് അവനിരുന്നു. ആര്? സുനീത് എന്ന ചെറുപ്പക്കാരൻ ജയിലിനകത്തിരിക്കുമ്പോഴാണ്, ജയിലിനകത്ത് കഴിയേണ്ടി വന്ന സുനീത് എന്ന ചെറുപ്പക്കാരൻ്റെ കഥയായിരുന്നു അഗ്രഗാമിയിൽ. നിങ്ങളൊക്കെ ചെറുപ്പമാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന സ്നേഹലതാ റെഡ്ഡി അടിയന്തരാവസ്ഥയുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രായം 43. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലും ഇന്ത്യയുടെ യൗവനമാണ് ഈ രാജ്യത്തിനു ശക്തി പകർന്നത്. പ്രിയപ്പെട്ടവരെ, അതേ യൗവനം അതിൻ്റെ ചരിത്രപരമായ കടമ നിർവഹിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയിൽ. 2014 മുതൽ നമ്മുടെ രാജ്യത്തെ തടവറയിൽ അടച്ചിരിക്കുകയായിരുന്നു. എന്തിൻ്റെ തടവറയിൽ? ഭയത്തിൻ്റെ, നിസ്സംഗതയുടെ, നിശബ്ദതയുടെ തടവറയിൽ അടച്ചിരിക്കുകയായിരുന്നു. ഇനിയൊരു പോരാട്ടം സാധ്യമല്ല. നിശബ്ദതയുടെയും നിസ്സംഗതയുടെയും ഭയത്തിൻ്റെയും തടവറയിൽ പെട്ടുപോയ ഒരു രാജ്യത്തിന് ആ തടവറ ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോയതും ഇതായി വേദിയിലിരിക്കുന്ന ആയുഷിയാണ്, അഭിജിത് ദീപ്കയാണ്. ഈ രാജ്യത്തെ ഒട്ടേറെ ചെറുപ്പമാണ്, യൗവനമാണ്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രതിസന്ധികളിൽ സ്വതന്ത്ര ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള പോരാട്ടത്തിൽ ഇപ്പോഴിതാ ഇന്നത്തെ ഇന്ത്യയെ ഈ നിയോ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ചരിത്രപരമായ ദൗത്യത്തിൽ യുവത്വം
അതിൻ്റെ ഉത്തരവാദിത്വം, ചരിത്രപരമായ കടമ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐയും അതിൻ്റെ ചരിത്രപരമായ കടമ നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പെടുത്താണ് അതിൻ്റെ ഈ സമ്മേളനം അവസാനിച്ച് തൃശ്ശൂരിൽ നിന്നും ഇതാ പിരിയുന്നത്. ഈ സമ്മേളനം വരുംകാല പോരാട്ടങ്ങളിൽ ഞാൻ പരാമർശിച്ച നമ്മുടെ ചരിത്രപരമായ ഹിസ്റ്റോറിക്കലായ ഡിവൈഎഫ്ഐയുടെ ചരിത്രപരമായ ഉത്തരവാദിത്വത്തിന് മുന്നോട്ട് പോകാൻ കൂടുതൽ കരുത്തു പകരുമെന്ന ഉറപ്പാണ്. ആ ഉറപ്പോടുകൂടി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അഭിവാദനങ്ങൾ.